ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. തുടക്കത്തിലൊക്കെ നമ്മുടെ ചാനലിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. എല്ലാത്തരം വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ ഇട്ട് നോക്കി. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കുറേ ഇഷ്യൂ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ വളരെ വ്യൂ എല്ലാം കുറവാണ്. അതുമാത്രമല്ല, എന്താ പറയണ്ടേ, ഈ ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്കൊരു 500 600 അങ്ങനെയുള്ളൊരു വ്യൂസാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, രാവിലെയാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. രാവിലെ ഇടുന്ന വീഡിയോക്ക് മാത്രമേ നമുക്ക് കിട്ടുന്നത്, ഷോർട്സിനൊക്കെ. അല്ലാണ്ട് ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്ത് പറഞ്ഞാലും കുറച്ച് വ്യൂസൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇല്ല, ഒരു 1K എങ്കിലും സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചാൽ ഓരോ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അത്രയൊന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വാണിങ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പോൾ വ്യൂ വളരെ കുറഞ്ഞത്. ഒരു ദിവസം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോക്ക് മാത്രമേ നമുക്ക് വ്യൂസ് കയറി വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ചാനലാണ് ആകെപ്പെടെ 100 സബ്സ്ക്രൈബേഴ്സ് നല്ല പെട്ടെന്ന് കയറി വന്നതാണ്. പിന്നെ ഇപ്പോൾ വ്യൂസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ അതും വളരെ കുറഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ ഓരോരുത്തർ കാണുമ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സബ്സ്ക്രൈബറും കയറി വരുന്നില്ല. ഒരു ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ എന്തായാലും ഒരു സബ്സ്ക്രൈബർ അങ്ങനെ ആ റേഞ്ചിൽ നമുക്കിപ്പോൾ കയറി പോകുന്നുള്ളൂ. എന്നാൽ നമ്മൾ വിടാണ്ട് പരമാവധി നമ്മൾ ഓരോരോ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടല്ലോ ഇപ്പോഴും. നമ്മളതുപോലെയൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ്. അതുപോലെ പിന്നെ സ്ട്രൈക്കിൻ്റെ വാണിങ് വന്നപ്പോഴേക്കും നമ്മളത് ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാനും അങ്ങനൊന്നും പറ്റിയില്ല. എത്രയോ 90 ദിവസത്തിന് മറ്റേ ആണ് അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. അന്ന് വരുമ്പോഴേക്ക് പോകുമെന്ന് അറിയത്തില്ല. എങ്ങനെയാണുള്ളത് ഇത് നോക്കണം. മാത്രമല്ല, നമ്മൾ കുറേ വീഡിയോ നമ്മളിങ്ങനെ പലതരം, പിന്നെ അത് യൂട്യൂബിന് ഓരോ റൂളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറേ തെറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ ചെയ്തപ്പോഴേക്കും. അതൊക്കെ കൊണ്ടാണെന്ന് അറിയത്തില്ല നമ്മുടെ ചാനലിൽ വ്യൂസൊക്കെ വളരെയധികം കുറഞ്ഞു പോയതിൻ്റെ കാരണം അതാണെന്ന് അറിയത്തില്ല. ഒരു ദിവസം നമുക്ക് ഒരു വീഡിയോക്ക് മാത്രമേ നമുക്ക് പിന്നെ വ്യൂ വരുന്നുള്ളൂ. മറ്റുള്ള വീഡിയോക്കൊന്നും നമ്മൾ എങ്ങനെ ഇട്ടിട്ടും കാര്യമില്ല. കൂടിപ്പോയി 1-2 വ്യൂ എന്ന് നിൽക്കത്തുള്ളൂ. പിന്നെ രാവിലെയൊക്കെ ഇടുന്ന എൻ്റെ ചാനലിൽ രാവിലെ ഇടുന്ന വീഡിയോക്ക് മാത്രമേ വ്യൂ വരുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു 400 വ്യൂ എന്ന് പറഞ്ഞാലും രാവിലെയൊക്കെ ഇടുന്നൊരു വീഡിയോക്ക് കിട്ടും. വൈകിട്ടാകുമ്പോഴേക്കേ കയറത്തുള്ളൂ. രാവിലെ തന്നെ ഇടുന്ന സ്ഥലത്ത് കുറച്ച് കയറ്റോടെ സ്റ്റോപ്പായി നിൽക്കും. എന്നിട്ട് വൈകിട്ടാകുമ്പോഴേക്കും എല്ലാം കയറി 400 500 ആ ഒരു റേഞ്ചിലൊക്കെ അങ്ങനെ പോയി നിൽക്കും. എന്തായാലും നമ്മൾ പിന്നെ നിർത്താണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷിച്ചിടുന്നൊരു വീഡിയോക്ക് നമുക്ക് വളരെ വ്യൂ ഒട്ടും ഉണ്ടാകത്തില്ല. അന്നേരപ്പോഴേക്കും നമ്മളത് വീണ്ടും ഒന്നുകൂടി ചെയ്യും, പോസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കുറേ. അന്നപ്പോഴേക്കും അത് കുറേ അതൊക്കെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് എങ്ങനെ ഇട്ടാലും ആ വീഡിയോക്ക് പിന്നെ വ്യൂ നമുക്ക് വരാണ്ട് വരും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ പിന്നെ അതിനോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ശരിയാകത്തില്ലെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ പറയാനുള്ളൂ. ആദ്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്, ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ട രീതിയൊക്കെ നമുക്ക് ശരിയാകുന്നില്ല. അങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, യൂട്യൂബ് ഇതുപോലെ ചാനലൊക്കെ തുടങ്ങുന്നവർ പരമാവധി ഓരോന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയാൽ ഓരോ പണിയൊക്കെ കിട്ടാതെ പരമാവധി നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഓരോരോ ഇതുപോലുള്ള വ്യൂസിൻ്റെ ഒക്കെ പ്രോബ്ലം വരുമ്പോഴേക്കും ചാനൽ നിർത്തി പെട്ടെന്ന് പോകാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ ചാനലും ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. എന്നാലും എൻ്റെ ഇത്രയാളും ചെയ്ത് വെച്ച് നോക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ള കുറേ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ പറയും, എല്ലാം നമുക്ക് അറിയത്തുള്ളൂ.